Okay, our next topic is valence bond theory. Coordination കോംപ്ലക്സിലെ വാലൻസ് ബോണ്ട് തിയറി പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത് ലിനസ് പോളിംഗ് ആണ്. ലിനസ് പോളിങ്ങിൻ്റെ വാലൻസ് ബോണ്ട് തിയറി VBT. ലിനസ് പോളിംഗ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാലൻസ് ബോണ്ട് തിയറിയിൽ ചില പോസ്റ്റുലേറ്റ്സുകൾ പറയുന്നുണ്ട്, നന്നായിട്ട് നോക്കണം. അതായത് ഫസ്റ്റ് പോസ്റ്റുലേറ്റ് ഇതാണ്. ഇപ്പോൾ ലിഗാൻഡുകളും സെൻട്രൽ മെറ്റലാറ്റും ഒക്കെ നമ്മൾ പഠിച്ചു. ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് ഉണ്ടാകുന്ന സമയത്ത് ലിഗാൻഡുകൾക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കൽ സെൻട്രൽ മെറ്റലാറ്റത്തിൻ്റെ ഡ്യൂട്ടിയാണ്. അതായത് നമ്പർ ഓഫ് വാക്കന്റ് ഓർബിറ്റൽസ് ആർ അവൈലബിൾ ഓൺ ദ മെറ്റലാറ്റം ഇൻ എ കോംപ്ലക്സ് ഫോർ ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ എത്ര ലിഗാൻഡ് വരുന്നോ അത്രയും ലിഗാൻഡുകൾക്ക് നിൽക്കാനുള്ള വാക്കന്റ് സ്പേസ് അവൈലബിൾ ആക്കുക എന്നുള്ളത് ആര് ചെയ്യണം? സെൻട്രൽ മെറ്റലാറ്റം ചെയ്യണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ വാക്കന്റ് ഓർബിറ്റലുകളാണ് എന്തിൽ പങ്കെടുക്കുക? ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുക. ദ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ക്യാൻ ഓവർലാപ്പ് വിത്ത് ലിഗാൻഡ് ഓർബിറ്റൽ വിച്ച് ഡൊണേറ്റ് ഇലക്ട്രോൺ പെയർ ഫോർ ബോണ്ടിങ്. സെൻട്രൽ മെറ്റലാറ്റവുമായിട്ട് ബോണ്ടിങ്ങിന് വേണ്ടി ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യുന്ന ലിഗാൻഡുകൾ, ആ ലിഗാൻഡുകൾക്ക് എന്ത് ചെയ്യണം? നിൽക്കാനുള്ള സ്ഥലം ഉണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ ആ ലിഗാൻഡുകളാണ് എന്ത് ചെയ്യുക? ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുക. ദ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ക്യാൻ ഓവർലാപ്പ് വിത്ത് ലിഗാൻഡ് ഓർബിറ്റൽസ് വിച്ച് ഡൊണേറ്റ് ഇലക്ട്രോൺ പെയർ ഫോർ ബോണ്ടിങ്. നമ്മളങ്ങനെ ഹൈബ്രിഡൈസേഷനൊക്കെ ചെയ്തു എന്ന് വിചാരിക്കുക. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഹൈബ്രിഡൈസേഷനൊക്കെ ചെയ്തിട്ട് ഇഫ് ഔട്ടർ ഡി ഓർബിറ്റൽസ് ആർ ഇൻവോൾവ്ഡ് ഇൻ ഹൈബ്രിഡൈസേഷൻ, ഔട്ടർ ഡി ഓർബിറ്റൽസ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുകയാണെങ്കിൽ നമുക്കത് അവിടെ കിട്ടുക ഹൈ സ്പിൻ കോംപ്ലക്സുകളാണ് കിട്ടുക. ഔട്ടർ ഡി ഓർബിറ്റൽ ഉണ്ടെങ്കിൽ അവിടെ കിട്ടൽ എന്താണ്? ഹൈ സ്പിൻ കോംപ്ലക്സ്. ഔട്ടർ ഡി ഓർബിറ്റലാണെങ്കിൽ ആ കോംപ്ലക്സ് എന്തായിരിക്കും? ഹൈ സ്പിൻ കോംപ്ലക്സ്. ഔട്ടർ ഡി ഓർബിറ്റൽ ഹൈ സ്പിൻ കോംപ്ലക്സ്. അതേസമയം ഇന്നർ ഡി ഓർബിറ്റൽസ് ആണ് പങ്കെടുക്കുന്നതെങ്കിലോ, ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നത് ഇന്നർ ഡി ഓർബിറ്റൽസ് ആണെങ്കിൽ കോംപ്ലക്സ് എന്തായിരിക്കും? ലോ സ്പിൻ കോംപ്ലക്സ് ആയിരിക്കും. ഇന്നർ ഡി ഓർബിറ്റലാണെങ്കിൽ ലോ സ്പിൻ കോംപ്ലക്സ് കിട്ടും. ഔട്ടർ ഡി ഓർബിറ്റലാണെങ്കിൽ ഹൈ സ്പിൻ കോംപ്ലക്സ് കിട്ടും. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ വാലൻസ് ബോണ്ട് തിയറി വെച്ച് കോമ്പൗണ്ടുകളുടെ ഹൈബ്രിഡൈസേഷനും ജിയോമെട്രിയും ഒക്കെ എങ്ങനെ കാണാമെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം പഠിക്കേണ്ടത് സ്പെക്ട്രോകെമിക്കൽ സീരീസ് എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട്. ആ സീരീസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വാലൻസ് ബോണ്ട് തിയറി വെച്ച് കോമ്പൗണ്ടുകളുടെ ഹൈബ്രിഡൈസേഷനും ജിയോമെട്രിയും ഇന്നർ ഓർ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ്, ഹൈ സ്പിൻ ഓർ ലോ സ്പിൻ, പിന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി, ഇതെല്ലാം നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് സ്പെക്ട്രോകെമിക്കൽ സീരീസ്. സ്പെക്ട്രോകെമിക്കൽ സീരീസ് നമ്മൾ കുറച്ച് ലിഗാൻഡുകളുടെ ഒരു സീരീസാണ് സ്പെക്ട്രോകെമിക്കൽ സീരീസ്. അപ്പോൾ നമുക്ക് വളരെ അത്യാവശ്യമുള്ള ചില ലിഗാൻഡുകൾ നമ്മൾ എടുക്കുകയാണ്. ഒന്ന് H2O. H2Oയുടെ റൈറ്റ് സൈഡിലായിട്ട് NH3 അമീൻ, എത്തിലീൻ ഡൈ അമീൻ, സയനൈഡ് CN-, CO കാർബണൈൽ. H2Oയുടെ റൈറ്റ് സൈഡിൽ ആരൊക്കെയാണ്? പ്രധാനമായിട്ടുള്ള കുറച്ച് തന്നെ ഞാൻ എടുക്കുന്നുള്ളൂ. NH3 അമീൻ, EN എത്തിലീൻ ഡൈ അമീൻ, സയനൈഡ് സയനോ, കാർബണൈൽ ഗ്രൂപ്പ് ലിഗാൻഡുകൾ എടുത്തു. H2Oയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഞാൻ എടുക്കുന്നത് C2O4 2- ഓക്സലേറ്റോ. C2O4 2- that is oxalato. OH- ഹൈഡ്രോക്സോ. OH- ഹൈഡ്രോക്സോ. പിന്നെ നമ്മൾ എടുക്കുന്നത് ഫ്ലോറിൻ അല്ലേ, F- ഫ്ലൂറോ, ക്ലോറോ, ബ്രോമോ, അയഡോ.
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചെണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ. H2Oൻ്റെ റൈറ്റ് സൈഡിൽ ആരൊക്കെയാണ്? NH3 അമീൻ, EN എത്തിലീൻ ഡൈഅമീൻ, സയനോ, പിന്നെ കാർബണൈൽ ഗ്രൂപ്പ്. H2Oൻ്റെ ലെഫ്റ്റ് സൈഡിലോ ഓക്സലേറ്റോ, ഹൈഡ്രോക്സോ, ഫ്ലൂറോ, ക്ലോറോ, ബ്രോമോ, അയഡോ. ഇനി ശ്രദ്ധിക്കണം, H2Oയുടെ റൈറ്റ് സൈഡിലുള്ള ലിഗാൻഡുകൾ, H2Oയുടെ റൈറ്റ് സൈഡിലുള്ള ലിഗാൻഡുകൾ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്സ്. H2Oയുടെ റൈറ്റ് സൈഡിലുള്ള ലിഗാൻഡിൻ്റെ പേരെന്താണ്? സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്സ്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്സ്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡിൻ്റെ പ്രത്യേകത വിച്ച് കോസ് പെയർ അപ്പ് ഓഫ് ഇലക്ട്രോൺ. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ക്യാൻ കോസ് പെയർ അപ്പ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ പെയറിങ്ങിന് കാരണമാകുന്നവരാണ് ആര്? സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡുകൾ. ആ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡിൻ്റെ പ്രത്യേകത എന്താണ്? കോസസ് പെയർ അപ്പ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ പെയറിങ്ങിന് കാരണമാകും. പെയർ അപ്പ് ഓഫ് ഇലക്ട്രോൺസ്. H2O അടക്കം ഇൻക്ലൂഡിങ് H2O ഇവരൊക്കെ H2O, C2O4 2-, OH-, F-, Cl-, Br-, I-, ഇവരൊക്കെ വീക്ക് ഫീൽഡ് ലിഗാൻഡ് എന്നുള്ള ക്ലാസ്സിലാണ് വരിക. വീക്ക് ഫീൽഡ് ലിഗാൻഡ്. വീക്ക് ഫീൽഡ് ലിഗാൻഡ് വിച്ച് ഡു നോട്ട് കോസ് പെയർ അപ്പ് ഓഫ് ഇലക്ട്രോൺ. അതെന്തിന് കാരണമാവില്ല? ഇലക്ട്രോൺ പെയറിങ്ങിന് കാരണമാകുന്നില്ല. വിച്ച് ഡു നോട്ട് കോസ് പെയർ അപ്പ് ഓഫ് ഇലക്ട്രോൺ. പെയർ അപ്പ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ പെയറിങ്ങിന് ആരും കാരണമാകില്ല? വീക്ക് ഫീൽഡ് ലിഗാൻഡ് കാരണമാകുന്നില്ല. അപ്പോൾ നമ്മൾ സ്പെക്ട്രോകെമിക്കൽ സീരീസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, എന്നാലേ നമുക്ക് അതിൻ്റെ പ്രോബ്ലം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കി എന്ത്? സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പെയറിങ്ങിന് കാരണമാകും. വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിലോ ഇലക്ട്രോൺ പെയറിങ്ങിന് കാരണമാകുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ഹൈബ്രിഡൈസേഷനും അതിൻ്റെ ജോമെട്രിയും പഠിച്ചിട്ട് നേരെ നമ്മൾ അതിൻ്റെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെറിയ കോളങ്ങൾ വരയ്ക്കുകയാണ്. ഒന്നാമത്തെ കോളത്തിൽ കോർഡിനേഷൻ നമ്പർ, രണ്ടാമത്തേതിൽ ഹൈബ്രിഡൈസേഷൻ, ലാസ്റ്റ് വൺ ജോമെട്രി. കോർഡിനേഷൻ നമ്പർ, ഹൈബ്രിഡൈസേഷൻ ആൻഡ് ജോമെട്രി. ശ്രദ്ധിക്കുക, കോർഡിനേഷൻ നമ്പർ 4 ഉള്ള 2 കേസ് നമുക്ക് പഠിക്കാനുണ്ട്. കോർഡിനേഷൻ നമ്പർ 4 ഉള്ളത് 2 കേസ് വരാം. ഒന്ന് sp3 ഹൈബ്രിഡൈസേഷൻ വരും. കോർഡിനേഷൻ നമ്പർ 4ൽ sp3 ഹൈബ്രിഡൈസേഷൻ ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിൻ്റെ പേരാണ് ടെട്രാഹെഡ്രൽ. sp3 ഹൈബ്രിഡൈസേഷൻ വരുമ്പോൾ അതിൻ്റെ പേരെന്താണ്? ടെട്രാഹെഡ്രൽ. കോർഡിനേഷൻ നമ്പർ 4 ഹൈബ്രിഡൈസേഷൻ sp3, ദെൻ ജോമെട്രി ടെട്രാഹെഡ്രൽ. കോർഡിനേഷൻ നമ്പർ 4ൽ dsp2 ഹൈബ്രിഡൈസേഷൻ വരാം. 4 ഓർബിറ്റിൽ ഉണ്ടാവുള്ളൂ. ഒരു d, ഒരു s, 2 p. ഇവിടെ ആണെങ്കിലോ ഒരു s, 3 p കേട്ടോ. അപ്പോൾ dsp2 ഹൈബ്രിഡൈസേഷൻ വന്നാൽ അതിൻ്റെ ജോമെട്രിയുടെ പേര് സ്ക്വയർ പ്ലനാർ. ജോമെട്രി ഏതാണ്? സ്ക്വയർ പ്ലനാർ. അപ്പോൾ dsp2 ഹൈബ്രിഡൈസേഷൻ, ജോമെട്രി സ്ക്വയർ പ്ലനാർ. ഇനി സാധാരണഗതിയിൽ വരാവുന്ന ഒന്ന് കോർഡിനേഷൻ നമ്പർ 6 ഉള്ള 2 ടൈപ്പാണ്. കോർഡിനേഷൻ നമ്പർ 6 ഉള്ള 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് sp3 d2 ഹൈബ്രിഡൈസേഷൻ കാണിക്കും, മറ്റൊന്ന് d2 sp3 ഹൈബ്രിഡൈസേഷനും കാണിക്കും. രണ്ടും ഒന്നല്ല, രണ്ടും വെവ്വേറെ തന്നെയാണ് കേട്ടോ. sp3 d2, മറ്റൊന്ന് d2 sp3. sp3 d2 ആണെങ്കിലും d2 sp3 ആണെങ്കിലും ഒരൊറ്റ സ്ട്രക്ചറേ ഉള്ളൂ. അതിൻ്റെ പേരാണ് ഒക്ടാഹെഡ്രൽ. രണ്ടാണെങ്കിലും സ്ട്രക്ചർ എന്താണ്? ഒക്ടാഹെഡ്രൽ. അപ്പം ഇതും കൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് പ്രോബ്ലത്തിലേക്ക് കടക്കാൻ പറ്റും.
അപ്പോൾ കോർഡിനേഷൻ നമ്പർ 4 ഉള്ളതിൽ sp3 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ ടെട്രാഹെഡ്രൽ, dsp2 ആണെങ്കിൽ സ്ക്വയർ പ്ലാനാർ. കോർഡിനേഷൻ നമ്പർ 6 ഉള്ള കേസിൽ sp3 d2 ആണെങ്കിലും d2 sp3 ആണെങ്കിലും എന്താണ്, ഒക്ടാഹെഡ്രൽ ആണ് വരിക, ഒക്ടാഹെഡ്രൽ. ഓക്കെ, ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഹൈബ്രിഡൈസേഷനിലെയും നമ്മൾ ഓരോ സ്ട്രക്ചർ വീതം ചെയ്യാം. ബോർഡ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം അതാണ്. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ അതിനെ കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് വാലൻസ് ബോണ്ട് തിയറിയുടെ അപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് കോർഡിനേഷൻ കോംപ്ലക്സിൻ്റെ ഹൈബ്രിഡൈസേഷൻ, ജിയോമെട്രി, മാഗ്നറ്റിക് പ്രോപ്പർട്ടി തുടങ്ങിയവ കണ്ടെത്താം എന്ന് നോക്കാം. സാധാരണ എക്സാമിന് ക്വസ്റ്റ്യൻ വരെ ഇങ്ങനെയാണ്: ഇല്ലുസ്ട്രേറ്റ്, സമർത്ഥിക്കുക, അല്ലെങ്കിൽ ഫൈൻഡ് ദ ഹൈബ്രിഡൈസേഷൻ, ജിയോമെട്രി ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് ദ കോമ്പൗണ്ട്. ആ രൂപത്തിലാണ് ചോദ്യം വരിക. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കാം. എപ്പോഴും നമ്മൾ സാധാരണ പറയുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇങ്ങനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സെൻട്രൽ മെറ്റലായിട്ടായിട്ട് ഉപയോഗിക്കുക കോബാൾട്ടാണ് അല്ലേ. CONH36 ഈ കോമ്പൗണ്ട് നമ്മൾ എടുക്കുകയാണ്. CONH36 എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഹൈബ്രിഡൈസേഷനും ജിയോമെട്രിയും മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും ഒക്കെ കാണണം. വളരെ സിമ്പിളാണ്, നന്നായിട്ട് ശ്രദ്ധിച്ചോ. സെൻട്രൽ മെറ്റൽ ആറ്റം ഏതാ? നമ്മൾ ആദ്യം ചെയ്യണത് സെൻട്രൽ മെറ്റൽ ആറ്റം ഏതാണെന്ന് നോക്കാം. ഏതാണ്? കൊബാൾട്ട്. അപ്പോൾ കൊബാൾട്ടിൻ്റെ അറ്റോമിക് നമ്പർ നമുക്ക് നോക്കണം അല്ലേ. ഡി ഓർബിറ്റിൽ പെട്ടതാണ് കൊബാൾട്ടിൻ്റെ അറ്റോമിക് നമ്പർ 21 മുതൽ ഇങ്ങനെ പറഞ്ഞു നോക്ക്. സ്കാൻഡിയം 21 ആണ് കേട്ടോ. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയേൺ, കൊബാൾട്ട്. എത്ര വരിക? 27. കൊബാൾട്ട് ആണെങ്കിൽ 27. അപ്പോൾ കൊബാൾട്ടിൻ്റെ അറ്റോമിക് നമ്പർ 27. കോൺഫിഗറേഷൻ എടുക്കണമെങ്കിലോ 1s2, 2s2, 2p6 അല്ലേ, 3s2, 3p6 പിന്നെയും പോകണം. ആ 3p6 എന്ന് പറയുമ്പോൾ തന്നെ എന്താവും? ആർഗൺ എന്നുള്ളതിൻ്റെ കോൺഫിഗറേഷൻ എത്തും നമുക്കറിയാം. ആ 18 എണ്ണം കഴിഞ്ഞാൽ പിന്നെ നേരെ ഇലക്ട്രോൺ കൊടുക്കുക എവിടെയാണ്? 4s2. ഇപ്പം എത്രയായി? 20. ദെൻ എവിടെയാണ്? 3d7. ഇപ്പം എത്രയായി? 27. അപ്പോൾ കൊബാൾട്ടിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനായി ആർഗൺ 4s2 3d7. ഇനി നമ്മൾ ശ്രദ്ധിക്കണം, കൊബാൾട്ടിൻ്റെ ഈ കോമ്പൗണ്ടിലെ ചാർജ് എത്രയാണെന്ന് നോക്കണം കേട്ടോ. കോമ്പൗണ്ടിലെ കൊബാൾട്ടിൻ്റെ ചാർജ് നോക്ക്. അതായത് കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയില്ല, ജസ്റ്റ് നമ്മളൊന്ന് കാണാം. കൊബാൾട്ട് CO അതിനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനെ X എന്ന് കൊടുത്തു. പ്ലസ് NH3 അമീൻ അല്ലേ. അമീൻ എന്നാണ് ലിഗാൻഡായിട്ട് വരുമ്പോൾ വരിക. ചാർജ് 0 ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 0 × 6 0. പിന്നെ വേറെ ആരുമില്ല. ഈക്വൽ ടു ഇവിടെ ചാർജ് ഒന്നുമില്ലെങ്കിൽ ഈക്വൽ ടു 0 എന്ന് കൊടുക്കണം. ചാർജ് ഉണ്ടെങ്കിൽ ഈക്വൽ ടു ദാറ്റ് ചാർജ് കൊടുക്കണം. 3+ എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? +3 എന്നുള്ള ചാർജ് കൊടുക്കുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? +3. അതായത് കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +3 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ലൈനിലേക്ക് എന്ത് ചെയ്യും? കൊബാൾട്ട് 3+ എന്നെഴുതി. കൊബാൾട്ട് 3+, കാരണം ചാർജ് ഇങ്ങോട്ട് എടുത്ത് എഴുതി. കൊബാൾട്ട് 3+. നോക്ക്, കൊബാൾട്ട് 3+ എന്ന് എഴുതിയതിൻ്റെ മീനിങ് എന്താ? 3 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോഴല്ലേ 3 പോസിറ്റീവ് ചാർജ് കിട്ടുക. 3 ഇലക്ട്രോൺ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. അത് നോക്ക്, 3 ഇലക്ട്രോൺ എവിടെ നിന്നാണ് പോവുക? ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നാണ് ആദ്യം ഇലക്ട്രോൺ പോവുക. ഔട്ടർ മോസ്റ്റ് ഷെല്ല് 3D അല്ല, പിന്നെന്താണ്? 4s ആണ്. പിന്നെ നമ്മൾ ഇലക്ട്രോൺ എന്തുകൊണ്ട് ഇങ്ങനെ കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? ഓഫ് ബോ പ്രിൻസിപ്പിൾ, എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിൽ കൊടുക്കണം. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടി. അപ്പോൾ 4s നിന്ന് 2 ഇലക്ട്രോൺ പോകും. ബാക്കി 1 ഇലക്ട്രോൺ എവിടെ നിന്ന് പോകും? 3Dയിൽ നിന്നും പോകും. 3D നിന്ന് 1 ഇലക്ട്രോണും പോയി, 4s നിന്ന് 2 ഇലക്ട്രോണും പോയി. അപ്പോൾ കൊബാൾട്ട് 3+ൽ അവസാനം ഇപ്പം എന്ത് ഇലക്ട്രോണുള്ളത്? 3Dയിൽ 6 ഇലക്ട്രോൺ മാത്രം. ക്ലിയർ അല്ലേ? 3 ഇലക്ട്രോൺ നഷ്ടപ്പെടണം ഈ കൂട്ടത്തിൽ നിന്ന്. 2 4s പോയി, 1 3D പോയി. ബാക്കി 3Dയിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ 3d6 അല്ലേ. കൊബാൾട്ട് 3+ൻ്റെ ഔട്ടർ മോസ്റ്റ് കോൺഫിഗറേഷൻ എന്താണ്? 3d6. ഓക്കെ, 3d6നെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഡി ഓർബിറ്റലാണ്. ഡി ഓർബിറ്റൽ 5 ഓർബിറ്റൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ 1
2 3 4 5 കമ്പാർട്ട്മെൻറ്റ് വരച്ചു. 3D 6 ഇലക്ട്രോൺ ആണ്. ഹൺസ് റൂൾ അനുസരിച്ച് ആദ്യം എല്ലാവർക്കും ഓരോന്ന് കൊടുക്കുക, ദെൻ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, പെയറിങ് നടക്കുക. 3D6. ഓക്കെ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കോമ്പൗണ്ടിന് അതേപോലെ ഇങ്ങോട്ട് എടുത്തെഴുതാണ്. CO NH3 6 3+. ഓക്കെ. CO3+ന് 3D6 എന്ന് നമുക്ക് കിട്ടി. കോംപ്ലക്സ് അതുപോലെ എടുത്തെഴുതി. എന്നിട്ട് നമ്മൾ നോക്കാം ഏതാ ലിഗാൻഡ്. ലിഗാൻഡ് ഇവിടെ ആരാ? NH3. NH3 സ്ട്രോങ് ഫീൽഡ് ആണോ വീക്ക് ഫീൽഡ് ആണോ? സ്പെക്ട്രോകെമിക്കൽ സീരീസ് നോക്കണം. NH3 അതിലാ വരിക, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് വന്നാൽ എന്താ കുഴപ്പം? ഇലക്ട്രോൺ പെയറിംഗ് നടക്കും. പെയറിംഗ് ഓഫ് ഇലക്ട്രോൺ വിൽ ടേക്സ് പ്ലേസ്. അപ്പോൾ ഈ ഇലക്ട്രോൺ ഒക്കെ എന്ത് ചെയ്യണം? ഇനി പെയറിംഗ് നടക്കണം. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ 3D ഒന്നുകൂടെ വരച്ചു. 1 2 3 4 5 3D നമ്മൾ വരച്ചു. ഇവിടെ 6 ഇലക്ട്രോൺ ആണുള്ളത്. പെയറിംഗ് നടക്കും. അപ്പം 3 ഭാഗത്തായിട്ട് അതിന് കൊള്ളാൻ പറ്റും. 6 ഇലക്ട്രോൺ കിട്ടി. എന്തുകൊണ്ട് പെയറിംഗ് നടന്നു? NH3 is a strong field ligand. ഇനി നോക്കാം ഇവിടെ എത്ര ലിഗാൻഡ് ഉണ്ട്? 6 ലിഗാൻഡ്. അപ്പോൾ 6 ലിഗാൻഡുകൾക്ക് 6 വാക്കൻ്റ് ഓർബിറ്റൽ വേണം. 6 ലിഗാൻഡുകൾക്ക് എന്ത് വേണം? 6 വാക്കൻ്റ് ഓർബിറ്റൽ. ഇവിടെ നിന്ന് എത്ര വാക്കൻ്റ് ഓർബിറ്റൽ കിട്ടും? 1. ഇവിടെ നിന്ന് 2. 2 കിട്ടി. 3D കഴിഞ്ഞാൽ അടുത്ത ഓർബിറ്റൽ ഏതാ? 4s. 3D കഴിഞ്ഞാൽ അടുത്ത ഓർബിറ്റൽ 4s. 4s എന്നൊരു ഒറ്റ ഓർബിറ്റലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 1 2 3 3 ഇനിയും 3 വേണം. 4s കഴിഞ്ഞാൽ എടുത്തത് 4p. 4s കഴിഞ്ഞാൽ പിന്നെ 4p ഓർബിറ്റൽ. അപ്പോൾ നമുക്കിപ്പോൾ 6 വാക്കൻ്റ് ഓർബിറ്റൽ വേണം. 3 ഉള്ളൂ. 4 5 6. അപ്പോൾ നമുക്ക് 6 വാക്കൻ്റ് ഓർബിറ്റൽ കിട്ടി. 3Dയിൽ നിന്ന് 2, 4sൽ നിന്ന് 1, 4pയിൽ നിന്ന് 3. അപ്പം ഇനി നോക്ക്, ഈ വാക്കൻ്റ് ഓർബിറ്റലുകൾ മാത്രം നമ്മൾ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുപ്പിക്കുക. വാക്കൻ്റ് ഓർബിറ്റലുകൾ മാത്രം എന്ത് ചെയ്തു? ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്തു. അപ്പോൾ നമുക്ക് ഏതാ ഹൈബ്രിഡൈസേഷൻ കിട്ടുക? ഡിന്ന് 2 ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ കൊടുക്കും D2. ഡിത്തെ 2 ഓർബിറ്റലുണ്ട്. സോ D2. ഒരു S ഓർബിറ്റൽ, 3p ഓർബിറ്റൽ. അപ്പോൾ ഏതാ ഹൈബ്രിഡൈസേഷൻ? D2sp3 ഹൈബ്രിഡൈസേഷൻ. D2sp3 ഹൈബ്രിഡൈസേഷൻ. ഇനി നോക്കാം, D2sp3 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ ഏതാ ജോമെട്രി? D2sp3 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ ജോമെട്രി ഒക്ടാഹെഡ്രൽ. ഏതാണ്? ഒക്ടാഹെഡ്രൽ. ഇനി നോക്കാം, D ഉള്ളിലാണോ പുറത്താണോ? D ഉള്ളിലല്ലേ. D കഴിഞ്ഞിട്ടാണ് SP. അപ്പോൾ D ഉള്ളിലാണ്. അപ്പോൾ നമ്മൾ അതിനെ പറയുന്ന പേര് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ്. ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ്. D ഉള്ളിലാണെങ്കിൽ അതിനെ പറഞ്ഞ പേരെന്താണ്? ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ്. ഓക്കെ. പിന്നെ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണ്. പിന്നെ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കേസ് മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടിയിൽ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ നോക്കുക, ഈ ഭാഗം നോക്കുക, ഹൈബ്രിഡൈസേഷൻ പകർന്ന ഈ ഏരിയ നോക്കാം. ഇവിടെയുള്ള ഇലക്ട്രോൺസ് ഒക്കെ പെയർഡ് ആണോ അൺപെയർഡ് ആണോ? അൺപെയർഡ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇലക്ട്രോൺ ഉണ്ടാവും. ഇതൊക്കെ 2 കൂടിയിട്ടല്ലേ. എല്ലാ ഇലക്ട്രോൺസും പെയർഡ് ആണ്. പെയറിങ് സംഭവിച്ചു. അപ്പോൾ ഇലക്ട്രോൺസ് ഒക്കെ പെയർഡ് ആണെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഏതാണ്? ഡയാമാഗ്നറ്റിക്. ഇലക്ട്രോൺസ് ഒക്കെ പെയർഡ് ആണെങ്കിൽ അതെന്താണ്? ഡയാമാഗ്നറ്റിക്. ഓൾ ഇലക്ട്രോൺസ് ആർ പെയർഡ്. ഇറ്റ് ഷോ ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടി. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ കോമ്പൗണ്ടുകളുടെയും ഹൈബ്രിഡൈസേഷനും ജോമെട്രിയും ഒക്കെ നമ്മൾ കാണുക ഇങ്ങനെയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, CONH3 6 3+. ആദ്യം നമ്മൾ സെൻട്രൽ മെറ്റലാറ്റമായ കൊബാൾട്ട് എടുത്തു, അറ്റോമിക് നമ്പർ എഴുതി, കോൺഫിഗറേഷൻ എഴുതി. ദെൻ കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 3 എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ CO3+. അപ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻ എഴുതി അല്ലേ. ഇതിൽ നിന്നും 3 ഇലക്ട്രോൺ നഷ്ടപ്പെടണം. 2 4sൽ നിന്നും 1 3D നിന്നും പോയി, ബാക്കി 3D6. അതിനെ നമ്മളിങ്ങനെ ഡയഗ്രമായിട്ട് കാണിച്ചു. ദെൻ നമ്മൾ കോംപ്ലക്സിൻ്റെ പേരെടുത്ത് എഴുതി. എന്നിട്ട് എന്ത് ചെയ്യാണ്, ലിഗാൻഡ് ഏതാ നോക്കി, അമീൻ സ്ട്രോങ് ഫീൽഡാണ്. അപ്പോൾ ഇലക്ട്രോണൊക്കെ പെയറിങ് നടക്കണം. എത്ര ലിഗാൻഡ് ഉണ്ട്? 6. അപ്പോൾ നമുക്ക് 6 വാക്കൻ്റ് ഓർബിറ്റൽ വേണം. ഇവിടുന്ന് 6 വാക്കൻ്റ് ഓർബിറ്റൽ എടുത്തു.
ആ വാക്കൻ്റ് ഓർബിറ്റലുകളൊക്കെ തമ്മിൽ ഹൈബ്രിഡൈസേഷൻ നടന്നു. സോ വി ഗെറ്റ് d2sp3 hybridization. If hybridization is d2sp3, geometry octahedral. D inner orbital ഉള്ളിലാണ്, സോ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ്. ഡയാമാഗ്നറ്റിക് കേട്ടോ, ഇന്നർ ഓർബിറ്റൽ ഡയാമാഗ്നറ്റിക്. ഇതിൻ്റെ സ്പിൻ എങ്ങനെയായിരിക്കും? ഡയാമാഗ്നറ്റിക് ആണെങ്കിൽ ലോ സ്പിൻ കോംപ്ലക്സ്, ഡയാമാഗ്നറ്റിക് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ലോ സ്പിൻ കോംപ്ലക്സ്, ലോ സ്പിൻ കോംപ്ലക്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് CONS363+ൻ്റെ ജോമെട്രിയും ഹൈബ്രിഡൈസേഷനും ഒക്കെ നമ്മൾ വാലൻസ് ബോണ്ട് തിയറിയിലൂടെ മനസ്സിലാക്കൽ ഇങ്ങനെയാണ്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് അടുത്ത ഒരു കോമ്പൗണ്ട് നോക്കാം. COF6 3 നോക്കാം. ഇതിൻ്റെ ജോമെട്രിയും ഹൈബ്രിഡൈസേഷനും ഒക്കെ നമ്മൾ കാണണം. ആദ്യം എന്ത് ചെയ്യും? സെൻട്രൽ മെറ്റലാറ്റമായ കൊബാൾട്ട് എടുത്തു. കൊബാൾട്ടിൻ്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം 27. കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ആർഗൺ 4s2 3d7. ഇനി നമ്മൾ എന്ത് ചെയ്യണം? കൊബാൾട്ടിൻ്റെ ചാർജ് കാണണം. ചാർജ് കാണാണ് കൊബാൾട്ടിൻ്റെതാണ്, നമുക്കറിയില്ല, എക്സ് എന്ന് കൊടുത്തു, X+. ഫ്ലോറിൻ്റെ ചാർജ് എത്രയാ? -1 ആണ്. അപ്പോൾ -1 ഇൻറ്റു എത്ര ഫ്ലോറിൻ? 6 ഈക്വൽ ടു ഏതാ ചാർജ് കൊടുക്കുക? ഇവിടെ 3 എന്നാണ്, അപ്പോൾ നമ്മൾ -3 എന്ന് കൊടുക്കുക. അപ്പോൾ x -6 ഈക്വൽ ടു -3 അല്ലേ? x -6 ഈക്വൽ ടു -3. അപ്പോൾ x ഈക്വൽ ടു എന്താ വരിക? -6 അപ്പുറത്തേക്ക് പോകുമ്പോൾ +6. ഓക്കെ, x ഈക്വൽ ടു -3 അവിടെ ഉണ്ട്, -6 അപ്പുറത്തേക്ക് പോകുമ്പോൾ +6. സോ x ഈക്വൽ ടു എത്ര വരും? +3 എന്ന് വരും. x ഈക്വൽ ടു +3. അപ്പോൾ നമ്മൾ വീണ്ടും കാണേണ്ടത് എന്ത് തന്നെയാണ്? കൊബാൾട്ട് 3+. കൊബാൾട്ടിൽ നിന്ന് 3 ഇലക്ട്രോൺ നഷ്ടപ്പെടണം. എവിടെ നിന്നാ പോവുക? 4s 2 പോവും, 3d 1 പോവും. ബാക്കി നമുക്ക് എന്താ ഉള്ളത്? 3d6. 3d6നെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. d ഓർബിറ്റിലാണ്, 5 ഓർബിറ്റിൽ കാണിക്കണം. ആ 3d6 ഇലക്ട്രോൺ 1 2 3 4 5 6. ഇനി നമ്മൾ കോംപ്ലക്സിൻ്റെ പേരെടുത്ത് എഴുതാം. COF6 3-. എന്നിട്ട് നമ്മളിങ്ങനെ നോക്കാം ഏതാ ലിഗാൻഡ്? ഫ്ലോറിൻ. ഫ്ലോറിൻ സ്ട്രോങ് ആണോ വീക്കാണോ? സ്പെക്ട്രോകെമിക്കൽ സീരീസ് ആലോചിക്കുക. ഫ്ലോറിൻ എവിടെയാ? ലെഫ്റ്റ് സൈഡിലാണ്. അത് വീക്കാണ്. വീക്കാണെങ്കിൽ അതുകൊണ്ട് മാത്രം എന്ത് സംഭവിക്കില്ല? ഇലക്ട്രോൺ പെയറിങ് നടക്കൂല. ആൾറെഡി പെയർഡ് ആണെങ്കിൽ അവിടെ തന്നെ ഉണ്ടാവും. ഈ ലിഗാൻഡ് വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം എന്ത് ചെയ്യൂല? ഇലക്ട്രോൺ പെയറിങ് നടക്കണില്ല. അപ്പം ഇലക്ട്രോൺ പെയറിങ്ങിന് ഇത് കാരണമായിട്ട് മാറണില്ല. അപ്പം നമ്മൾ ഈ സാധനം അതേപോലെ എടുത്തെഴുതും. ഇതിവിടെ പെയർഡ് ആൾറെഡി ഉള്ളതാണ്, അതിൽ മാറ്റം വരുത്താൻ പറ്റില്ല. അപ്പം ഇതേപോലെ നമ്മൾ എഴുതി. ഇത് ഇതേപോലെ അങ്ങോട്ട് എഴുതി, വേറെ മാറ്റമൊന്നുമില്ല. ഫ്ലോറിൻ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ഡു നോട്ട് കോസ് പെയറിംഗ് അപ്പ് ഓഫ് ഇലക്ട്രോൺ. നോക്കുക എത്ര ഫ്ലോറിൻ ഉണ്ട്? 6 ഫ്ലോറിൻ. അപ്പോൾ നമ്മൾ 6 വാക്കൻ്റ് ഓർബിറ്റിൽ ഉണ്ടാക്കണം. എന്താ ചെയ്യുക? ഇത് കഴിഞ്ഞിട്ട് 6 വാക്കൻ്റ് ഓർബിറ്റിൽ വേണം. 3d കഴിഞ്ഞാൽ അടുത്ത ഓർബിറ്റിൽ ഏതാ? 3d കഴിഞ്ഞാൽ അടുത്ത ഓർബിറ്റൽ 4s. അവിടെ നമുക്കൊന്ന് കിട്ടും. ദെൻ 4s കഴിഞ്ഞാൽ അടുത്തത് 4p. അവിടെ നമുക്ക് 3 ഓർബിറ്റിൽ കിട്ടും. ഓക്കെ, 4pയിൽ നിന്ന് 3 എണ്ണം. 4p കഴിഞ്ഞാൽ പിന്നെ ആരുണ്ടാവുക? 4d. ഇലക്ട്രോണ് കൊടുക്കുന്ന ഓർഡർ അല്ല, ഓർബിറ്റലിൻ്റെ ഓർഡർ മാത്രമേ പറഞ്ഞോളൂ. 4d. ഇപ്പോൾ ഇവിടെ 1 2 3 4 കിട്ടി. 4d എന്ന് പറഞ്ഞ് വരക്കുമ്പോൾ 5 ഓർബിറ്റിൽ വരച്ചേക്കണം. 4d 5 ഓർബിറ്റിൽ ഞാൻ വരച്ചിട്ടുണ്ട് അവിടെ കേട്ടോ. നമുക്ക് ഇനി വേണ്ടത് എത്ര എണ്ണമാണ്? ആകെ 6 ഫ്ലോറിൻ, 6 ലിഗാൻഡ് നിൽക്കേണ്ടതുള്ളൂ. അപ്പോൾ 1 2 3 4 5 6 വാക്കൻ്റ് ഓർബിറ്റിലായി. അപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടിയിട്ട് ഹൈബ്രിഡൈസേഷൻ നടക്കാം. അപ്പോൾ നമുക്ക് ഹൈബ്രിഡൈസേഷൻ നടന്നപ്പോൾ ആരൊക്കെയാണ് അതിൽ പങ്കെടുത്തത്? ഒരു s ഓർബിറ്റൽ, 3p ഓർബിറ്റൽ, 3p.
എത്ര ഡിയാ? 2D അല്ല, 2D. അപ്പോൾ ഏതാ ഹൈബ്രിഡൈസേഷൻ? sp3d2 ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ ഏതാണ്? sp3d2 ഹൈബ്രിഡൈസേഷൻ. sp3d2 ഹൈബ്രിഡൈസേഷൻ ആണ്. ജോമെട്രി ഏതാ? sp3d2 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ ഒക്ടാഹെഡ്രൽ. ഒക്ടാഹെഡ്രൽ. ഡി ഉള്ളിലാണോ പുറത്താണോ? ഏറ്റവും പുറത്തല്ലേ? ഡി ഏറ്റവും പുറത്താണ്. അപ്പോൾ നമ്മൾ വിളിക്കുന്നത് ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ്. ഡി പുറത്താണെങ്കിൽ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ്. ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ്. പിന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ നോക്കുക, ഇലക്ട്രോൺ ഒറ്റക്ക് നിൽക്കുന്നുണ്ടോ? ഉണ്ട് അല്ല, ഇവിടെ ഒക്കെ ഇലക്ട്രോൺ ഒറ്റക്കാണ്. എവിടെയെങ്കിലും ഒരു ഇലക്ട്രോൺ ഒറ്റക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ, അതായത് പ്രസൻസ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ, അൺപെയർഡ് ഇലക്ട്രോണിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കി വെക്കുക, ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക്. അൺപെയർഡ് ഇലക്ട്രോണിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതെന്താണ്? പാരാമാഗ്നറ്റിക് ആണ്. അൺപെയർഡ് ഇലക്ട്രോണിന്റെ പ്രസൻസ് വന്നാൽ പാരാമാഗ്നറ്റിക്. ഓക്കെ, അപ്പോൾ നമുക്ക് COF6 3- ഹൈബ്രിഡൈസേഷൻ sp3d2. ജോമെട്രി ഒക്ടാഹെഡ്രൽ. ഡി പുറത്താണ്, അപ്പോൾ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആൻഡ് പാരാമാഗ്നറ്റിക്. ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സുകളൊക്കെ ഹൈസ്പിൻ കോംപ്ലക്സുകളായിരിക്കും. ഹൈസ്പിൻ. ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ഒക്കെ എന്താണ്? ഹൈസ്പിൻ. ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ഒക്കെ എന്താണ്? ലോ സ്പിൻ. ഓക്കെ, നമ്മൾ സ്ട്രക്ചറുകൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പം നമ്മൾ sp3d2 നോക്കി, d2 sp3 നോക്കി. നമുക്ക് അടുത്ത ഒരു സ്ട്രക്ചറിലേക്ക് പോവാം. അടുത്തൊരു സ്ട്രക്ചർ So our next compound NiCl4 2-. 4 ലിഗാൻഡ് ഉള്ള അല്ലെ കോർഡിനേഷൻ നമ്പർ 4 ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് NiCl4 2-. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? സെൻട്രൽ മെറ്റൽ ആറ്റമായ നിക്കലിന് അറ്റോമിക് നമ്പർ എഴുതി. നിക്കലിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ് പറഞ്ഞോ? സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയേൺ, കൊബാൾട്ട്, നിക്കൽ. അത് എത്ര വരും? 28. നിക്കൽ 28. അപ്പോൾ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ആർഗൺ 4s2 20 3d8. ഓക്കെ, ദെൻ നിക്കലിൻ്റെ ചാർജ് നോക്കണം. നിക്കൽ അതിന് നമ്മൾ എക്സ് കൊടുത്തു. ക്ലോറിൻ -1 ആണ്, 4 ക്ലോറിൻ ഉണ്ട്. സോ -4 ഈക്വൽ ടു -2. അപ്പം എക്സ് -4 ഈക്വൽ ടു -2. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്താ? -2. -4 ഇക്വേഷൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ +4. ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ നമ്മളിനി കാണേണ്ടത് നിക്കൽ 2+. നിക്കൽ 2+. ഓക്കെ, നിക്കൽ 2+. നിക്കലിൽ നിന്ന് 2 ഇലക്ട്രോൺ പോവുക. എവിടുന്നാ പോവുക? ഔട്ടർ മോസ്റ്റ് ഷെല്ലായ 4s എന്ന് 2 ഇലക്ട്രോൺ പോയി. ബാക്കി അപ്പോൾ അവിടെ ആരാളുള്ളത്? ഏറ്റവും പുറത്ത് 3d8 ഉണ്ട്. 3d8. ഓക്കെ, 3d8 ആണ്. നമ്മളെങ്ങനെ വരയ്ക്കുക? ഡി ഓർബിറ്റൽ 5 ഓർബിറ്റൽ നമ്മൾ വരക്കണം. 8 ഇലക്ട്രോൺ. ഹൺസ് റൂൾ അനുസരിച്ച് ആദ്യം ഓരോന്ന്. 8. ഓക്കെ, ഇനി നോക്കാം. ഇനി നമ്മൾ കോംപ്ലക്സ് എടുത്തെഴുതാം. NiCl4 2-. ഇനി നോക്കാം ഏതാ ലിഗാൻഡ്? ക്ലോറിൻ. ക്ലോറിൻ സ്ട്രോങ് ഫീൽഡാ വീക്ക് ഫീൽഡാ? വീക്ക് ഫീൽഡ്. അതുകൊണ്ട് ഡു നോട്ട് കോസ് പെയർ അപ്പ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ പെയറിങ്ങിന് കാരണമാകണില്ല. അപ്പോൾ നമ്മൾ ഇത് അതുപോലെ അങ്ങോട്ട് എടുത്തെഴുതി. 3D അല്ല, ഇത് അതേപോലെ എടുത്തെഴുതി. ഇനി നോക്കാം എത്ര ലിഗാൻഡ് ഉണ്ട്? 4 ലിഗാൻഡ്. 4 ലിഗാൻഡ് ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യുക? 4 വാക്കൻ്റ് ഓർബിറ്റൽ വേണം. 3Dക്ക് ശേഷം 4 വാക്കൻ്റ് ഓർബിറ്റൽ ഉണ്ടാക്കാം. 3D കഴിഞ്ഞാൽ അടുത്ത ഓർബിറ്റൽ 4s. അതൊരു വാക്കൻ്റ് ഓർബിറ്റൽ. 4s കഴിഞ്ഞാൽ അടുത്തത്
4p എന്ന് പറഞ്ഞാൽ 3 ഓർബിറ്റൽ ഉണ്ടാവും. പി ഓർബിറ്റൽ 3 ഉണ്ടാവുമല്ലോ. അപ്പോൾ 4p അല്ലേ? 4p എന്ന് എത്ര എണ്ണം കിട്ടും? 1 2 3. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ആയില്ലേ? എസ് അല്ലേ? ഒരു എസ് ഓർബിറ്റൽ, ഇത് എസ് ഓർബിറ്റൽ, ഈ 3 പി ഓർബിറ്റൽ. അപ്പോൾ ഏതാ ഹൈബ്രിഡൈസേഷൻ? sp3. ഏതാ ഹൈബ്രിഡൈസേഷൻ? sp3. അപ്പോൾ ഏതാ ജോമെട്രി? sp3 ആണെങ്കിൽ ജോമെട്രി ടെട്രാഹെഡ്രൽ. sp3 വരുമ്പോൾ ജോമെട്രി എന്താണ്? ടെട്രാഹെഡ്രൽ. ഇനി പറഞ്ഞോ, ഇലക്ട്രോൺ എല്ലാം പെയർഡ് ആണോ? അല്ല, ഈ 2 അൺപെയർഡാണ്. അൺപെയർഡ് ഇലക്ട്രോൺ വന്നാൽ നമ്മൾ അതിന് എന്തെന്ന് വിളിക്കാം? പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക്? അൺപെയർഡ്, ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് ഈ പാരാ സ്വഭാവങ്ങളൊക്കെ തുടങ്ങുക കേട്ടോ. അപ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺ വന്നാൽ അതെന്താണ്? പാരാമാഗ്നറ്റിക്. അൺപെയർഡ് ഇലക്ട്രോൺ, സോ ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക്. അൺപെയർഡ് ഇലക്ട്രോൺ എന്തായതുകൊണ്ട് ഇതെന്താണ്? പാരാമാഗ്നറ്റിക്. ഓക്കെ. അപ്പോൾ NiCl4 ഹൈബ്രിഡൈസേഷൻ sp3, ടെട്രാഹെഡ്രൽ ജോമെട്രി, പാരാമാഗ്നറ്റിക് ബിഹേവിയർ. ഓക്കെ. പിന്നെ നമുക്ക് ഒറ്റ എക്സാമ്പിളും കൂടെ ചെയ്തിട്ട് വാലൻസ് ബോണ്ട് തിയറിയുടെ അപ്ലിക്കേഷൻ നമുക്ക് അവസാനിപ്പിക്കണം. ഓക്കെ, അടുത്തൊരു കോമ്പൗണ്ട് നമുക്ക് നോക്കാം. NiCN4 2- അല്ലേ? സെൻട്രൽ മെറ്റൽ ആറ്റം നിക്കൽ. അറ്റോമിക് നമ്പർ 28. കോൺഫിഗറേഷൻ ആർഗൺ 4s2 3d8. നിക്കലിൻ്റെ ചാർജ് നമ്മൾ കാണാണ് x പ്ലസ്. സയനൈഡിൻ്റെ ചാർജ് -1 ആണ്. സയനോ -1. -1 × 4 -4 ഈക്വൽ ടു -2. സോ x ഈക്വൽ ടു +2 എന്ന് കിട്ടും. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും? നിക്കൽ 2+. നിക്കൽ 2+, 2 ഇലക്ട്രോൺ പോവുക. എവിടുന്നാ പോവുക? 4s നിന്ന് 2 ഇലക്ട്രോൺ പോകും. അപ്പോൾ പിന്നെ ഔട്ടർ മോസ്റ്റ് കോൺഫിഗറേഷൻ ഏത് മാത്രം മതി? 3d8. 3d8 നമ്മൾ ഡയഗ്രമായിട്ട് ഇങ്ങനെ വരക്കാം. 8 ഇലക്ട്രോൺ. ഹൺസ് റൂൾ അനുസരിച്ച് ആദ്യം സിംഗിളി ഒക്യുപ്പൈഡ്, ദെൻ പെയറിങ്, അങ്ങനെ 8 ഇലക്ട്രോൺ ആയി. ഇനി നമ്മളെ കോംപ്ലക്സ് അതുപോലെ എടുത്തെഴുതും. NiCN4 2-. ഇനി നോക്കാം ഏതാ നമ്മളെ ലിഗാൻഡ്? സയനൈഡാണ്. സ്ട്രോങ് ആ വീക്കാ? സ്പെക്ട്രോകെമിക്കൽ സീരീസ് നോക്കൂ. സയനൈഡ് സ്ട്രോങ് ലിഗാൻഡാണ്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? പെയറിംഗ് ഓഫ് ഇലക്ട്രോൺ നടക്കും. അത് ഒറ്റയ്ക്ക് ഇലക്ട്രോൺ ഉണ്ടാവില്ല, വേഗം പെയറിങ് നടക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടല്ലോ, ഇതും കൂടെ പെയറിങ് നടക്കും. അപ്പോൾ നമ്മളിത് ഇങ്ങോട്ട് എടുത്തെഴുതുമ്പോൾ 3d8 എന്നുള്ള 8 ഇലക്ട്രോൺ ആണുള്ളത്. 8 ഇലക്ട്രോൺ 4 ഓർബിറ്റലിലേക്കായിട്ട് പെയറിങ് നടക്കുന്നു. 8 ഇലക്ട്രോൺ 4 ഓർബിറ്റലിലേക്കായിട്ട് പെയറിങ് നടക്കും. ഇനി നോക്കാം എത്ര ലിഗാൻഡ്? 4 ലിഗാൻഡ്. അപ്പോൾ എത്ര വാക്കൻ്റ് ഓർബിറ്റൽ വേണം? 4 വാക്കൻ്റ് ഓർബിറ്റൽ. ഒന്ന് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും 3d. അടുത്തതോ 3d കഴിഞ്ഞാൽ 4s ഓർബിറ്റൽ, അവിടെ നിന്ന് 1 കിട്ടും. 4s കഴിഞ്ഞാൽ പിന്നുള്ളത് 4p ഓർബിറ്റൽ. 3 വരച്ചിടണം. 4p എന്ന് പറയുമ്പോഴേ 3 നമ്മൾ വരച്ചിടണം. അപ്പോൾ നമുക്ക് വാക്കൻ്റ് ഓർബിറ്റൽ നമുക്ക് 4 വേണം. 1 2 3 4, 4 വാക്കൻ്റ് ഓർബിറ്റൽ. അപ്പോൾ ഈ വാക്കൻ്റ് ഓർബിറ്റൽ എല്ലാം കൂടെ ഹൈബ്രിഡൈസേഷനിൽ ഉണ്ടാവും. അപ്പോൾ ആരൊക്കെ ഹൈബ്രിഡൈസേഷൻ? ഒരു d ഓർബിറ്റൽ നമ്മൾ d എന്ന് എഴുതി, ഒരു s ഓർബിറ്റൽ s എന്ന് എഴുതി, 2 p ഓർബിറ്റൽ p2 എന്ന് എഴുതി. ഏതാ? dsp2 ഹൈബ്രിഡൈസേഷൻ. ഏതാണ്? dsp2 ഹൈബ്രിഡൈസേഷൻ. dsp2 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ ജോമെട്രി സ്ക്വയർ പ്ലാനാർ. dsp2 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ ജോമെട്രി എന്താണ്? സ്ക്വയർ പ്ലാനാർ. ഇനി നോക്ക്, കോമ്പൗണ്ട് പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ? ഇവിടുത്തെ എല്ലാ ഇലക്ട്രോണും പെയർഡ് അല്ലേ?
If all the electrons are paired, it is diamagnetic complex. All the electrons are paired, it is diamagnetic. ഓക്കെ, അപ്പോൾ നമുക്ക് ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് പഠിച്ചു, സ്ക്വയർ പ്ലനാർ കോംപ്ലക്സ് പഠിച്ചു. അപ്പോൾ നമ്മൾ ആവശ്യമായ എല്ലാ ഹൈബ്രിഡൈസേഷനും നമ്മൾ എന്ത് ചെയ്തു, അവിടെ അവസാനിപ്പിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ 4 കോമ്പൗണ്ടുകളാണ് നമ്മൾ മെയിനായിട്ട് നോക്കിയത്. ഇനി നമുക്ക് അടുത്ത ചെറിയൊരു പോയിന്റും കൂടെ ആയിക്കഴിഞ്ഞാൽ വാലൻസ് ബോണ്ട് തിയറി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വാലൻസ് ബോണ്ട് തിയറിക്ക് വല്ല ലിമിറ്റേഷൻ ഉണ്ടോ എന്ന് നോക്കാം. ലിമിറ്റേഷൻസ് ഓഫ് വാലൻസ് ബോണ്ട് തിയറി. അതായത് ഹൈബ്രിഡൈസേഷനും ജോമെട്രിയും പാരാമാഗ്നറ്റിക് ഓർ ഡയാമാഗ്നറ്റിക് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഒക്കെ നമ്മൾ മനസ്സിലാക്കിയത് എന്ത് വെച്ചിട്ടാണ്? ഈ വാലൻസ് ബോണ്ട് തിയറി വെച്ചിട്ടാണ്. അങ്ങനത്തെ ഈ വാലൻസ് ബോണ്ട് തിയറിക്ക് എന്തെങ്കിലും ലിമിറ്റേഷൻ ഉണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്ക്, വാലൻസ് ബോണ്ട് തിയറിയുടെ ലിമിറ്റേഷൻസ്. ഫസ്റ്റ് വൺ നമ്മൾ നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ ഇതൊക്കെ പറഞ്ഞപ്പോഴും ഈ കോമ്പൗണ്ടിൻ്റെ കളറിനെ പറ്റി പറയാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ? ഇപ്പോൾ നമ്മൾ ഹൈബ്രിഡൈസേഷനൊക്കെ പറഞ്ഞാലും കളർ പ്രെഡിക്റ്റ് ചെയ്യാൻ ആർക്ക് കഴിഞ്ഞിട്ടില്ല? വാലൻസ് ബോണ്ട് തിയറിക്ക് കഴിഞ്ഞിട്ടില്ല. അതായത് ദ എക്സിബിഷൻ ഓഫ് കളർ ബൈ കോർഡിനേഷൻ കോമ്പൗണ്ട് ഈസ് നോട്ട് എക്സ്പ്ലെയിൻഡ്. അതേപോലെ തന്നെ കോമ്പൗണ്ടിൻ്റെ സ്റ്റെബിലിറ്റി ഓഫ് കോമ്പൗണ്ട് അത് ഡിസ്കസ് ചെയ്യാനും ആർക്ക് കഴിഞ്ഞിട്ടില്ല? വാലൻസ് ബോണ്ട് തിയറിക്ക് കഴിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ വെദർ എ കോംപ്ലക്സ് ഓഫ് കോർഡിനേഷൻ നമ്പർ ഈസ് 4 tetrahedral or square planar cannot be exactly predicted. പിന്നെ വീക്ക് ആൻഡ് സ്ട്രോങ് ലിഗാൻസ് cannot be distinguished. ഇതൊക്കെ വാലൻസ് ബോണ്ട് തിയറി നമ്മളിത് ആദ്യം സ്പെക്ട്രോകെമിക്കൽ സീരീസ് പറഞ്ഞെങ്കിൽ കൂടെ വാലൻസ് ബോണ്ട് തിയറിയുടെ ഭാഗമായിട്ടല്ല സ്പെക്ട്രോകെമിക്കൽ സീരീസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. പ്രധാനമായിട്ടും കളറ്, അതേപോലെ സ്റ്റെബിലിറ്റി, ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് കഴിഞ്ഞിട്ടില്ല? വാലൻസ് ബോണ്ട് തിയറിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ ലിമിറ്റേഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പുതിയ ഒരു തിയറി വരും. അതിന് നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എന്നാണ് വിളിക്കുക. നമുക്കതെന്താണെന്ന് നോക്കാം. ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം വാലൻസ് ബോണ്ട് തിയറിക്ക് ചില ലിമിറ്റേഷനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് മറികടക്കാൻ വേണ്ടി വന്നിട്ടുള്ള പുതിയൊരു തിയറിയാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. ഈ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി വളരെ സിമ്പിളാണ്, ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പറഞ്ഞത് ഇപ്പോൾ നമുക്കറിയാം 5 d ഓർബിറ്റിലാണ് ഉള്ളത് അല്ലേ? 5 d ഓർബിറ്റൽ ഏതൊക്കെയാണത്? 5 d ഓർബിറ്റൽ DXY, DYZ, DXZ, DX² - Y², DZ². ഇങ്ങനെ 5 ഓർബിറ്റിലാണ് ആകുള്ളത്. ഈ 5 d ഓർബിറ്റൽസ് ആർ ഡീജനറേറ്റ് ഓർബിറ്റൽ. ഈ 5 d ഓർബിറ്റൽ എന്താണ്? ഡീജനറേറ്റ് ഓർബിറ്റലുകളാണ്. എന്താ ഡീജനറേറ്റ് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ? ഡീജനറേറ്റ് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ സെയിം എനർജിയുള്ള ഓർബിറ്റലുകൾ. ദ 5 d ഓർബിറ്റൽസ് ആർ ഡീജനറേറ്റ് ഓർബിറ്റൽസ്. ഓക്കെ, ഇനി ഇപ്പോൾ സെൻട്രൽ മെറ്റൽ ആറ്റത്തിലെ d ഓർബിറ്റലുകളെ പറ്റിയാണ് ഈ പറഞ്ഞത്. ഇനി ഈ d ഓർബിറ്റലിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ അടുത്തേക്ക് ലിഗാൻഡ് വരികയാണെങ്കിൽ, when the ligand approaches the central metal atom, ലിഗാൻഡ് വരികയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഈ 5 d ഓർബിറ്റലുകൾ വ്യത്യസ്ത എനർജിയുള്ള 2 ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതായത് ഇങ്ങനെ ഇപ്പോൾ ഈ 5 d ഓർബിറ്റൽ സെയിം എനർജിയാണുള്ളത്. ലിഗാൻഡ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇറ്റ് സ്പ്ലിറ്റ്സ് അപ്പ് ഇൻടു 2, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എങ്ങനെയൊക്കെയാണ്? ഒന്ന് DXY, DYZ, DXZ എന്നുള്ള ഒരു സ്പ്ലിറ്റ്. അതിനെ നമ്മൾ വിളിക്കുക T2G ഓർബിറ്റൽ എന്നാണ് വിളിക്കുക. ഈ 3 എണ്ണം, അതിനെ 2 Tയും 1 Gയും അങ്ങനെ മനസ്സിലാക്കി വെക്കുക. T2G ഓർബിറ്റൽ എന്ന് വിളിക്കും. പിന്നെ സ്ക്വയർ ഉള്ള 2 എണ്ണം, ഇവരെ നമ്മൾ വിളിക്കുക EG ഓർബിറ്റൽ എന്നാണ്. EG ഓർബിറ്റൽ. അപ്പോൾ ഈ 5 d ഓർബിറ്റലുകൾ, ഒരേ എനർജിയുള്ള 5 d ഓർബിറ്റലുകൾ ലിഗാൻഡ് വരുന്ന സമയത്ത് 2 ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഈ സ്പ്ലിറ്റിങ്ങിൻ്റെ പേര് T2G ആയിട്ടും EG ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യും. ദിസ് സ്പ്ലിറ്റിംഗ് ഈസ് കോൾഡ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. ഈ സ്പ്ലിറ്റിങ്ങിൻ്റെ പേരാണെന്ത്? ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. ഓക്കെ, അപ്പം ഇനി ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ എങ്ങനെ സംഭവിക്കുന്നു നോക്കാം.
ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിലെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എങ്ങനെയാണ് വരിക നോക്കാം. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിലെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. 5 d ഓർബിറ്റലാണല്ലോ. ഏതൊക്കെയാണ് 5 d ഓർബിറ്റലുകൾ? ഒരേ എനർജി ആണുള്ളത് 5 എണ്ണം. ലിഗാൻഡ് വരുന്നു, 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. നോക്ക്, 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒക്ടാഹെഡ്രൽ ഫീൽഡ് ആണെങ്കിൽ താഴെ T2G എന്ന് പറഞ്ഞാൽ 3 എണ്ണം അല്ലേ? താഴെ T2G, മേലെ EG ഓർബിറ്റൽ. താഴെ T2G, മേലെ EG ഓർബിറ്റൽ. ഇത് 5 d ജനറേറ്റ് ഓർബിറ്റൽ. ഇത് T2G ഓർബിറ്റൽ താഴെ, EG ഓർബിറ്റൽ മേലെ. ഇതാണ് ഒക്ടാഹെഡ്രൽ സ്പ്ലിറ്റിങ്ങിൽ സംഭവിക്കുന്നത്. ഇനി നോക്ക്, ഇപ്പം T2G ഓർബിറ്റലും EG ഓർബിറ്റലും തമ്മിൽ എനർജിയിൽ ഡിഫറൻസ് ഉണ്ടാവും. ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ T2G ഓർബിറ്റൽ ആൻഡ് EG ഓർബിറ്റൽ വിച്ച് ഈസ് കോൾഡ് crystal field splitting energy or crystal field stabilization energy. The energy difference between T2G orbital and EG orbital is called crystal field splitting energy or stabilization energy. CFSE എന്നാണ് പറയാം, ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, ഇപ്പം ഡിയിൽ ആകെ ഒരു ഇലക്ട്രോണുള്ളും വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഓഫ് ബോ പ്രിൻസിപ്പിൾ അനുസരിച്ച് എന്ത് ചെയ്യണം? ഇപ്പം ഇതാണല്ലോ T2G അല്ലെ, ഇത് EG ഓർബിറ്റലും. ഇപ്പം ഡിയിൽ ഒരു ഇലക്ട്രോൺ മാത്രമാണെങ്കിൽ, D1 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും താഴെയുള്ള ആൾക്ക് എനർജി കുറവും മേലെ ഓർബിറ്റലുകൾക്ക് എനർജി കൂടുതലായതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഇലക്ട്രോൺ എവിടെ കൊടുക്കണം? T2G1, T2Gയിൽ കൊടുക്കണം. ഡിയിൽ 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിലോ, ഡിയിൽ 2 ഇലക്ട്രോൺ ആയാലും എന്താ സംഭവിക്കുക? ഇവിടെ കൊടുക്കും അല്ലേ? T2G1 ഇവിടെ കൊടുത്തു, അടുത്തത് ഇവിടെ കൊടുക്കും T2G2. ഡിയിൽ 3 എണ്ണം ഉണ്ടെങ്കിലോ T2G3. ഡിയിൽ 4ാമത്തെ ഇലക്ട്രോൺ വന്നാൽ എന്താ സംഭവിക്കുക? 4 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ ആവുക, ഇവിടെ പെയറിങ് നടക്കണോ ഇങ്ങോട്ട് മേലേക്ക് ജമ്പ് ചെയ്യണോ, എന്ത് ചെയ്യും? അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇപ്പോൾ 2 എനർജി ഉണ്ട്. ഒന്ന് സ്പ്ലിറ്റിംഗ് എനർജി ഡെൽറ്റ ഒ, ഒക്ടാഹെഡ്രൽ ഫീൽഡിലെ സ്പ്ലിറ്റിംഗ് എനർജിയാണ് ഡെൽറ്റ ഒ. മറ്റൊന്ന് പി എന്ന് പറഞ്ഞാൽ പെയറിംഗ് എനർജി. ഡെൽറ്റ ഒ സ്പ്ലിറ്റിംഗ് എനർജിയാണ്, പി എന്താണ്? പെയറിംഗ് എനർജിയാണ്. ഇവിടെ 4ാമതൊരു ഇലക്ട്രോൺ വന്നാൽ സംഭവിക്കുന്നത് ഡെൽറ്റ ഒ ലെസ് ദാൻ പി ആണ് വിചാരിക്കുക. ഡെൽറ്റ ഒ ലെസ് ദാൻ പി, അത് പെയറിംഗ് എനർജി കൂടുതലും സ്പ്ലിറ്റിംഗ് എനർജി കുറവും. എപ്പോഴും എനർജി കുറവുള്ളതിലേക്കല്ലേ നമ്മൾ പോകേണ്ടി വരിക, അതല്ലേ നമ്മൾക്കൊണ്ട് കഴിയുള്ളൂ. അപ്പോൾ പെയറിംഗ് എനർജി കൂടുതലാണെങ്കിൽ ഇവിടെ പെയറിങ്ങിന് നിൽക്കൂല, നേരെ ഇങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. ഇങ്ങോട്ട് പോയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഇഫ് ഡെൽറ്റ ഒ ലെസ് ദാൻ പി, പെയറിംഗ് എനർജി കൂടുതൽ സ്പ്ലിറ്റിംഗ് എനർജി കുറവാണെങ്കിൽ 4ാമത്തെ ഇലക്ട്രോൺ എന്ത് ചെയ്യും? EG ഓർബിറ്റലിലേക്ക് പോകും. അപ്പോൾ നമ്മളെ കോൺഫിഗറേഷൻ എന്തായിട്ട് മാറും? T2Gയിൽ 3 എണ്ണം, EGയിൽ 1. അപ്പോൾ T2G3 EG1, T2G3 EG1. ഇനി നേരെ തിരിച്ചാണ് വിചാരിക്കുക, ഇങ്ങനെ കൊടുത്തു, സോറി, ഡെൽറ്റ ഒ ഗ്രേറ്റർ ദാൻ പി, അത് സ്പ്ലിറ്റിംഗ് എനർജി കൂടുതൽ പെയറിംഗ് എനർജി കുറവ് അല്ലെ? ഇങ്ങനെ കാണിച്ചാൽ കൂടുതൽ എന്നല്ലേ? സ്പ്ലിറ്റിംഗ് എനർജി കൂടുതൽ. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ കുറേ എനർജി വേണം. അത് മേലൊക്കെ അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകാൻ കൂടുതൽ എനർജി വേണം. പെയർ ചെയ്യണമെങ്കിൽ കുറച്ച് എനർജി മതി. അപ്പം എന്താ സംഭവിക്കുക? അപ്പോൾ 4ാമത്തെ ഇലക്ട്രോൺ എന്ത് ചെയ്യും? നേരെ ഇവിടെ വന്ന് പെയറിങ് നടക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വരിക? ഓർ കോൺഫിഗറേഷൻ T2G4. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങിൽ ഒക്ടാഹെഡ്രൽ ഫീൽഡിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതായത് പിന്നെ 5 d ഓർബിറ്റലാണുള്ളത്. ദ 5 d ഓർബിറ്റൽസ് ആർ ഡീജനറേറ്റ് ഓർബിറ്റൽ. ദാറ്റ് ഈസ് ദേ ഹാവ് ദ സെയിം എനർജി. When the ligand approaches the central metal atom, its degeneracy is lost. It is split up into 2, T2G and EG orbital. ഒക്ടാഹെഡ്രൽ ഫീൽഡിൽ അല്ലെങ്കിൽ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിലെ സ്പ്ലിറ്റിംഗ് നോക്കുകയാണെങ്കിൽ
താഴെ T2G, മേലെ EG അല്ലേ. 1, 2, 3 ഇലക്ട്രോണെ കൊടുക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടില്ല. 4th ഇലക്ട്രോൺ വരുമ്പോൾ നമ്മൾ ആലോചിക്കണം, പെയറിങ് എനർജി കൂടുതലാണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോകും. പെയറിങ് എനർജി കുറവാണെങ്കിൽ പെയറിങ് നടക്കണം. ആ ലെവലിലേക്കാണ് നമ്മൾ ഇലക്ട്രോൺ ഫില്ലിങ് നടക്കുക. അപ്പം നമുക്ക് ടെട്രാഹെഡ്രൽ ഫീൽഡിൽ എങ്ങനെയാണ് സ്പ്ലിറ്റിംഗ് വരിക നോക്കാം. വളരെ സിമ്പിളാണ്. ടെട്രാഹെഡ്രൽ ഫീൽഡ്, ടെട്രാഹെഡ്രൽ കോംപ്ലക്സിലെ സ്പ്ലിറ്റിംഗ് എങ്ങനെയാണ് സംഭവിക്കുക. ടെട്രാഹെഡ്രൽ നേരെ ഈ ഓർബിറ്റലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. താഴെ 2 അതായത് EG, താഴെ EG, മേലെ T2G. താഴെ EGയും മേലെ T2Gയും ആണ് എന്ത് ചെയ്യുക, ടെട്രാഹെഡ്രൽ കോംപ്ലക്സിലെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങിൻ്റെ ഡയഗ്രാം വരക്കാൻ പറഞ്ഞാൽ താഴെ 2 ഓർബിറ്റൽ അതായത് EG ഓർബിറ്റൽ, മേലെ 3 അതായത് T2G ഓർബിറ്റൽ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ടെട്രാഹെഡ്രൽ ഫീൽഡിലെ സ്പ്ലിറ്റിംഗ് എനർജി വളരെ ചെറുതായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ചില ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുക, ഒക്ടാഹെഡ്രൽ ഫീൽഡ് കണ്ടിട്ട് അതുമായിട്ട് കമ്പയർ ചെയ്യാണ് സാധാരണ ചെയ്യാറുള്ളത്. എങ്ങനെയാണ് നമ്മൾ ആ കമ്പാരിസൺ വരിക? അത് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ നമുക്കത് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഏതാ ഇക്വേഷൻ? ഡെൽറ്റ ടി ഈക്വൽ ടു, ഇക്വേഷൻ ഇതാണ്, ഡെൽറ്റ ടി ഈക്വൽ ടു -4/9 ഡെൽറ്റ ഒ. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ടെട്രാഹെഡ്രൽ ഫീൽഡ് വിച്ച് ഈസ് ഈക്വൽ ടു -4/9 ഡെൽറ്റ ഒ. ഇങ്ങനെയാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ടെട്രാഹെഡ്രൽ ഫീൽഡ്. അതിലെ എനർജി നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അതിൻ്റെ അപ്ലിക്കേഷനായിട്ട് എങ്ങനെയാണ് കോമ്പൗണ്ടുകൾക്ക് കളർ കിട്ടുക, എന്താണ് പാരാമാഗ്നറ്റിക് ഓർ ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടി വരിക, ഇത്തരം കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലക്സസ് ബൈ CFT. ക്രിസ്റ്റൽ ഫീൽഡ് തിയറി വെച്ചിട്ട് കോംപ്ലക്സിൻ്റെ പ്രോപ്പർട്ടികൾ നമ്മൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഫോർമേഷൻ ഓഫ് കളേഴ്സ് എന്നുള്ളതാണ്. കളറുകൾ കേട്ടോ, കളർ നോക്കുക. ശ്രദ്ധിക്കേണ്ടത്, ഒരു കോർഡിനേഷൻ കോംപ്ലക്സിന് കളർ കിട്ടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് നടത്തിയപ്പോൾ നമ്മൾ കണ്ടു T2G ഓർബിറ്റലും EG ഓർബിറ്റലും കണ്ടു. ഈ T2G ഓർബിറ്റലിൽ നിന്ന് EG ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യണമെങ്കിൽ ആ ഇലക്ട്രോണ് കുറച്ച് എനർജി വേണമല്ലോ. ആ എനർജി എവിടെ നിന്നാണ് കിട്ടുക? ബൈ ദ അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ്. അപ്പോൾ അത് ഏത് ലൈറ്റിനെയാണോ അബ്സോർബ് ചെയ്യുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യും? ആ കോമ്പൗണ്ടിൻ്റെ കളറിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ സപ്പോസ് നമ്മളൊരു കോമ്പൗണ്ട് എടുക്കുകയാണ്, TiH2O6 3+, TiH2O6 3+, അല്ലേ, ടൈറ്റാനിയം 3+, ഇതാണ് വരിക. ടൈറ്റാനിയം 3+ എന്ന് വരുമ്പോൾ നോക്ക്, ടൈറ്റാനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 22 ആണ്. കോൺഫിഗറേഷൻ എഴുതുമ്പോഴേ 4s2 3d2 എന്നാണ് എഴുതുക. 3+ പറഞ്ഞാൽ 3 ഇലക്ട്രോൺ പോകണം. 4s 2 പോവും, 3d 1 പോവും. പിന്നെ ഒരു ഇലക്ട്രോൺ ഉണ്ടല്ലോ ഔട്ടർ മോസ്റ്റ്, ആ ഒരു ഇലക്ട്രോൺ T2Gയിൽ നിന്നും EGയിലേക്ക് ജമ്പ് ചെയ്യണമെങ്കിൽ, ആ ഒരു ഇലക്ട്രോൺ T2Gയിൽ നിന്നും EGയിലേക്ക് ജമ്പ് ചെയ്യണമെങ്കിൽ അവരെന്ത് ചെയ്യും? ബ്ലൂ കളറിനെയും ഗ്രീൻ കളറിനെയും അബ്സോർബ് ചെയ്യണം. അപ്പോഴാണ് അതിനാവശ്യമുള്ള എനർജി കിട്ടുക. ബ്ലൂ കളറിനെയും ഗ്രീൻ കളറിനെയും അബ്സോർബ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കോംപ്ലിമെൻ്ററി കളറായിട്ടാണ് നമ്മളെ കോമ്പൗണ്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ ബ്ലൂ ഗ്രീൻ കളറുകൾ എന്ത് ചെയ്യും? ആ ഒരു ഇലക്ട്രോൺ അബ്സോർബ് ചെയ്യുന്നു. സോ ദിസ് കോമ്പൗണ്ട് ഹാവ് പർപ്പിൾ കളർ. അതുകൊണ്ട് ഈ കോംപ്ലക്സിൻ്റെ കളർ എന്തായിരിക്കും? പർപ്പിൾ കളറായിരിക്കും. പർപ്പിൾ കളറായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, T2Gയിൽ നിന്നും EGയിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുക? ഈ എക്സൈറ്റേഷൻ നടക്കുമ്പോൾ കുറേ എനർജി വേണം. അപ്പോൾ ആ എനർജി എവിടെ നിന്ന് കിട്ടും? ബൈ ദ അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ്. ഏത് ലൈറ്റിനെയാണോ അബ്സോർബ് ചെയ്യുന്നത് അതിൻ്റെ കോംപ്ലിമെൻ്ററി കളറായിട്ട് കോമ്പൗണ്ട് കാണപ്പെടുന്നു. അത് അങ്ങനെയാണ് കോമ്പൗണ്ടുകൾക്ക് കളർ കിട്ടുക. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ലിഗാൻഡ് ഇല്ല വിചാരിക്കാം. ലിഗാൻഡ് ഇല്ലെങ്കിൽ പിന്നെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് ലിഗാൻഡ് ദാറ്റ് മെറ്റൽ വിൽ ബി കളർലെസ്. അല്ലെങ്കിൽ ആ കോമ്പൗണ്ട് എന്തായിരിക്കും? കളർലെസ് ആയിരിക്കും. അപ്പം ലിഗാൻഡ് ഇല്ലെങ്കിൽ അവിടെ എന്തില്ല? കളറില്ല. അപ്പോൾ അത്തരം കുറച്ച് കളറുള്ള കോമ്പൗണ്ടുകളെ പറ്റി നമ്മൾ ചെറിയൊരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഈ കോമ്പൗണ്ട് പർപ്പിൾ കളറാണ് കാണിക്കുക. പിന്നെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി വെച്ച് പറഞ്ഞ ഒന്ന് മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ്.
മാഗ്നറ്റിക് പ്രോപ്പർട്ടിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇലക്ട്രോൺസ് എവിടെയെങ്കിലും അൺപെയർഡ് ആയിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ കണ്ടതാണ്, ഇലക്ട്രോൺസ് എവിടെയെങ്കിലും അൺപെയർഡ് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ദാറ്റ് കോമ്പൗണ്ട് ഈസ് പാരാമാഗ്നറ്റിക്. ഇഫ് ഓൾ ദ ഇലക്ട്രോൺസ് ആർ പെയർഡ്, എല്ലാ ഇലക്ട്രോൺസും പെയർഡ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരെന്താണ്? ഡയാമാഗ്നറ്റിക്. എല്ലാ ഇലക്ട്രോൺസും പെയർഡ് ആണെങ്കിൽ ഡയാമാഗ്നറ്റിക്. ഏതെങ്കിലും ഒരു ഇലക്ട്രോൺ അൺപെയർഡ് ആണെങ്കിൽ പാരാമാഗ്നറ്റിക്. അൺപെയർഡ് ആണെങ്കിൽ പാരാമാഗ്നറ്റിക്. ഇഫ് ഓൾ ദ ഇലക്ട്രോൺസ് ആർ പെയർഡ് ഇറ്റ് ഈസ് ഡയാമാഗ്നറ്റിക്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെ പഠിക്കാനുള്ളത്. ബോണ്ടിങ് ഇൻ മെറ്റൽ കാർബണൈൽസ്. മെറ്റൽ കാർബണൈലിലെ ബോണ്ടിങ്ങിനെ പറ്റിയാണ്. ഇത് നമ്മൾ മെറ്റൽ കാർബണൈൽ എന്ന് പറഞ്ഞാൽ CO, C ട്രിപ്പിൾ ബോണ്ട് O ആണ്, CO ആയിട്ട് നമ്മൾ എഴുതും. മെറ്റൽ കാർബണൈൽ. ഇവിടെ മെറ്റൽ കാർബൺ ബോണ്ട് ഇൻ മെറ്റൽ കാർബണൈൽ കേട്ടോ. മെറ്റൽ കാർബണൈലിലെ മെറ്റലും കാർബണും തമ്മിൽ ഒരു കൂടിച്ചേർന്ന ഈ ബോണ്ട് ഉണ്ടല്ലോ, ഈ ബോണ്ട് എന്ത് ചെയ്യും? സിഗ്മ ക്യാരക്ടറും കാണിക്കും, പൈ ക്യാരക്ടറും കാണിക്കും. സിഗ്മ ആൻഡ് പൈ ക്യാരക്ടർ രണ്ടും കാണിക്കും. MC ബോണ്ട് കേട്ടോ. ഇവർ നമ്മൾ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ MCO ഇങ്ങനെയുള്ള ഉണ്ടാവുക. ഇങ്ങനെ വരുമ്പോൾ ഈ ബോണ്ട് എന്ത് ചെയ്യും? സിഗ്മ ക്യാരക്ടറും ഉണ്ടായിരിക്കും, പൈ ക്യാരക്ടറും ഉണ്ടായിരിക്കും. എവിടെ നിന്നാണ് സിഗ്മ ക്യാരക്ടറും പൈ ക്യാരക്ടറും കിട്ടുക നോക്കുക. ദ മെറ്റൽ കാർബൺ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത്, ഇപ്പോൾ ഇതൊരു ലിഗാൻഡാണ്. ഈ ലിഗാൻഡ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? പെയർ ഓഫ് ഇലക്ട്രോണിനെ ആർക്ക് കൊടുക്കും? മെറ്റൽ ആറ്റത്തിലേക്ക് ഡൊണേറ്റ് ചെയ്യും. ആ ഇലക്ട്രോണിനെ മെറ്റൽ ആറ്റത്തിലേക്ക് കൊടുക്കുന്നതിലൂടെയാണ് ഈ സിഗ്മ ബോണ്ട് ഉണ്ടാവുക. പൈ ബോണ്ട് ഉണ്ടാകുന്നതോ ഈ മെറ്റൽ ആറ്റത്തിലെ ഫിൽഡ് ഡി ഓർബിറ്റലിൽ നിന്നും, കംപ്ലീറ്റ് ആയ ഡി ഓർബിറ്റലിൽ നിന്നും ഇതിൻ്റെ COയുടെ വാക്കൻറ്റ് ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റലിലേക്ക് ഇലക്ട്രോണിനെ കൊടുക്കും. അത് സംഭവിക്കുന്ന ഇത്രയേ ഉള്ളൂ. മെറ്റൽ കാർബൺ സിഗ്മ ബോണ്ട് ഫോംഡ് ബൈ the donation of lone pair of electron on the carbonyl carbon. The carbonyl carbon എന്ന് പറഞ്ഞാൽ COയിലെ ആ C carbonyl carbon into vacant orbital of metal. ഈ കാർബണിൽ നിന്നും ഈ മെറ്റലിലേക്ക് പെയർ ഓഫ് ഇലക്ട്രോണോ ഡൊണേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ബോണ്ടാണ് സിഗ്മ ബോണ്ട്. The metal carbon pi bond formed by the donation of a pair of electron from a filled d orbital of metal. മെറ്റലിൻ്റെ ഫിൽഡ് ഡി ഓർബിറ്റലിൽ നിന്നും ഇൻറ്റു വാക്കൻ്റ് ആൻറ്റി ബോണ്ടിങ് പൈ മോളിക്കുലാർ ഓർബിറ്റൽ, അതായത് പൈ സ്റ്റാർ ഓർബിറ്റൽ ഉണ്ടാവുമല്ലോ ഇതിന്, ആ പൈ സ്റ്റാർ ഓർബിറ്റലിലേക്ക് എന്ത് ചെയ്യും? ഇവിടുത്തെ ഫിൽഡ് ഡി ഓർബിറ്റലിൽ നിന്നും ഇലക്ട്രോണിനെ ഇങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ കിട്ടുന്നതാണ് എന്ത്? പൈ ക്യാരക്ടർ. അപ്പോൾ മെറ്റൽ കാർബണൈൽ കോമ്പൗണ്ടിൽ മെറ്റൽ CO ബോണ്ടിൽ സിഗ്മ ക്യാരക്ടറും പൈ ക്യാരക്ടറും ഉണ്ടാവും. സിഗ്മ ക്യാരക്ടർ എവിടെ നിന്നുണ്ടാവാം? COയിലെ C ഇങ്ങോട്ട് ഇലക്ട്രോൺ പെയറിന് ഡൊണേറ്റ് ചെയ്യും, അതുകൊണ്ട് സിഗ്മ ക്യാരക്ടർ കിട്ടും. പൈ ക്യാരക്ടർ ഉണ്ടാവുന്നതോ മെറ്റലിലെ ഫിൽഡ് ഡി ഓർബിറ്റലിൽ നിന്നും കാർബണൈലിലെ ആൻറ്റി ബോണ്ടിങ് വാക്കൻ്റ് ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺ ഇങ്ങോട്ട് ബാക്ക് ഡൊണേഷൻ നടത്തും. അതിലൂടെ ഇവിടെ പൈ ക്യാരക്ടറും അവൈലബിൾ ആവുന്നു. ഓക്കെ, ദെൻ നമുക്ക് സ്റ്റെബിലിറ്റി ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ സ്റ്റെബിലിറ്റി എന്താണെന്ന് നോക്കാം. ഓക്കെ, കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ സ്റ്റെബിലിറ്റി പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുക 3 കാര്യങ്ങളെയാണ്. ഒന്നാമത്തത് നമ്മളെ സെൻട്രൽ ആറ്റത്തിൻ്റെ ചാർജാണ്. സെൻട്രൽ ആറ്റത്തിൻ്റെ ചാർജ്, അതായത് ചാർജ് ഓൺ സെൻട്രൽ മെറ്റൽ ആറ്റം, ചാർജ് ഓൺ മെറ്റൽ ആറ്റം. അത് സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ചാർജ് കൂടിയാൽ ആ കോമ്പൗണ്ട് മോർ സ്റ്റേബിൾ ആയിരിക്കും. സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ചാർജ് കൂടുമ്പോൾ എന്ത് ചെയ്യും? സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. രണ്ടാമത്തത് ബേസിക് നേച്ചർ ഓഫ് ലിഗാൻഡ്. ബേസിക് നേച്ചർ ഓഫ് ലിഗാൻഡ്, ലിഗാൻഡിൻ്റെ ബേസിക് സ്വഭാവം. നമുക്കറിയാം ലിഗാൻഡുകളൊക്കെ ലൂയിസ് ബേസാണ്, സെൻട്രൽ മെറ്റൽ ആറ്റങ്ങളൊക്കെ ലൂയിസ് ആസിഡുകളാണ്. അപ്പോൾ എത്രത്തോളം ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിയുന്നു, അതാണല്ലോ ബേസിക് നേച്ചർ. അപ്പോൾ അങ്ങനെ കൂടുതൽ ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ കോമ്പൗണ്ട് മോർ സ്റ്റേബിൾ ആയിരിക്കും. ആ ബേസിക് നേച്ചർ ഓഫ് ലിഗാൻഡ്. തേർഡ് വൺ ഈസ് പ്രസൻസ് ഓഫ് കിലേറ്റ് റിങ്സ്. പ്രസൻസ് ഓഫ് കിലേറ്റ്
റിങ്സ് അല്ലെ, കിലേറ്റിംഗ് എഫക്റ്റ്, കിലേറ്റിംഗ് ലിഗാൻഡ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ അടുത്തേക്ക് ലിഗാൻഡുകൾ അറേഞ്ച് ചെയ്യുമ്പോൾ റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ എന്തെന്ന് വിളിക്കാം? കിലേറ്റ് റിങ്സ് എന്ന് പറയാം. ആ എഫക്റ്റാണ് കിലേറ്റിംഗ് എഫക്റ്റ്, വിച്ച് ഇൻക്രീസസ് ദ സ്റ്റെബിലിറ്റി ഓഫ് കോർഡിനേഷൻ കോംപ്ലക്സ്. ആ 3 കാര്യങ്ങളാണ് കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ സ്റ്റെബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുക. ചാർജ് ഓൺ സെൻട്രൽ മെറ്റൽ ആറ്റം, ബേസിക് നാച്ചർ ഓഫ് ലിഗാൻഡ്, പ്രസൻസ് ഓഫ് കിലേറ്റ് റിങ്സ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഏറ്റവും അവസാനമായിട്ട് കോർഡിനേഷൻ കോമ്പൗണ്ടുകളുടെ അപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്ലിക്കേഷൻസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഓക്കെ, അപ്ലിക്കേഷൻസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്. ഓക്കെ, കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ നമ്മൾ EDTA എന്ന് പറഞ്ഞ സാധനം പറഞ്ഞിട്ടുണ്ടായി, എത്തിലീൻ ഡയമീൻ ടെട്രാസെറ്റിക് ആസിഡ്. ഇതൊക്കെ സാധാരണയായിട്ട് നമ്മൾ ലാബുകളിൽ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇൻ അനലിറ്റിക്കൽ കെമിസ്ട്രിയുടെ ലാബുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ എന്ത് ചെയ്യലുണ്ട്? കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ നമ്മൾ ഉപയോഗിക്കും. അതേപോലെ തന്നെ ഇൻ ദ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ എക്സ്ട്രാക്ഷനിൽ നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മെഡിസിൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, മരുന്നിൽ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു കോമ്പൗണ്ട് വരച്ചിരുന്നു, PTNH3 എന്നുള്ള കോമ്പൗണ്ട് ഉണ്ട്. PTNH3 ഈ കോമ്പൗണ്ട് പ്രത്യേകത ആൻറ്റി ക്യാൻസർ ഡ്രഗ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ക്യാൻസറിനെതിരെയുള്ള ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോമ്പൗണ്ടാണ്. സിസ്പ്ലാറ്റിൻ എന്നാണ് അതിന് പറയാം. സിസ്പ്ലാറ്റിൻ കീമോതെറാപ്പിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ് സിസ്പ്ലാറ്റിൻ. ഇറ്റ് ഈസ് എ കോർഡിനേഷൻ കോമ്പൗണ്ട്. അപ്പം മെഡിസിനിൽ ഉപയോഗിക്കും. അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫിയിൽ ആപ്ലിക്കേഷൻ ഉണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ടുകൾക്ക് സിൽവർ ബ്രോമൈഡൊക്കെ ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ബയോളജിക്കൽ സിസ്റ്റം അല്ലെ, ഹിമോഗ്ലോബിൻ, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കോർഡിനേഷൻ കോമ്പൗണ്ടുകളാണ്. അപ്പോൾ അതിലും അതിന് അപ്ലിക്കേഷൻ ഉണ്ട്. പിന്നെ ഒരുപാട് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, ഒരുപാട് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യുന്ന പല കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യും? കോർഡിനേഷൻ കോംപ്ലക്സുകൾ ആവശ്യം വരും. പിന്നെ അതേപോലെ തന്നെ വാട്ടറിൻ്റെ ഹാർഡ്നെസ് ഓഫ് വാട്ടർ ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ബൈ സിമ്പിൾ ടൈട്രേഷൻ വിത്ത് EDTA. EDTA വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? വാട്ടറിൻ്റെ ഹാർഡ്നെസ് നമ്മൾ ചെക്ക് ചെയ്യാം. അങ്ങനെ ടൈട്രേഷൻ നടത്തുമ്പോൾ വിച്ച് ഫോംസ് സ്റ്റേബിൾ കോംപ്ലക്സ് വിത്ത് കാൽഷ്യം 2+ ആൻഡ് മഗ്നീഷ്യം 2+. അല്ലേ, വാട്ടറിലെ ഹാർഡ്നെസ് പറഞ്ഞാൽ കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും അയോണുകളുടെ പ്രസൻസ് ആണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഹാർഡ്നെസ് ഓഫ് വാട്ടറിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സം ഇമ്പോർട്ടൻ്റ് എക്സ്ട്രാക്ഷൻ പ്രോസസ് ഓഫ് മെറ്റൽ സച്ച് ആസ് ഗോൾഡ് ആൻഡ് സിൽവർ. ഗോൾഡ്, സിൽവർ പോലെയുള്ള മെറ്റലുകളുടെ എക്സ്ട്രാക്ഷൻ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കോർഡിനേഷൻ കോംപ്ലക്സ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മെഡിസിനൽ കെമിസ്ട്രിയിൽ കിലേറ്റ് തെറാപ്പി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് EDTA യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ലെഡ് പോയ്സണിങ്ങിൽ എന്ത് ചെയ്യും? EDTA ഉപയോഗിക്കുന്നുണ്ട്. സം കോർഡിനേഷൻ കോമ്പൗണ്ട് സച്ച് ആസ് പ്ലാറ്റിൻ ആൻഡ് റിലേറ്റഡ് കോമ്പൗണ്ട്സ് ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് ട്യൂമർ. ട്യൂമറിൻ്റെ ഗ്രോത്ത് തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് സിസ്പ്ലാറ്റിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ക്ലോറോഫിൽ, ഇറ്റ് ഈസ് എ കോർഡിനേഷൻ കോമ്പൗണ്ട് ഓഫ് മഗ്നീഷ്യം. ക്ലോറോഫിൽ അല്ലേ, ഹരിതകം, സസ്യങ്ങൾക്ക് പച്ച കളർ കൊടുക്കുന്നതൊക്കെ. ക്ലോറോഫിൽ ഒരു മഗ്നീഷ്യത്തിൻ്റെ കോർഡിനേഷൻ കോംപ്ലക്സ് ആണ്. ഹീമോഗ്ലോബിൻ ഈസ് എ കോർഡിനേഷൻ കോമ്പൗണ്ട് ഓഫ് അയേൺ. ആൻഡ് വിറ്റാമിൻ B12 ഈസ് എ കോർഡിനേഷൻ കോമ്പൗണ്ട് ഓഫ് കൊബാൾട്ട്. ഇത്തരത്തിൽ കോർഡിനേഷൻ കോംപ്ലക്സുകൾക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ, ഇൻഡസ്ട്രിയൽ ലൈഫിൽ, മെഡിസിനൽ ഫീൽഡിലൊക്കെ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്. സാധാരണ ബോർഡ് എക്സാമിന് 4 മുതൽ 5 മാർക്ക് വരെയാണ് വെയിറ്റേജ് ഉള്ളത്. സിമ്പിളാണ്, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.